എടി ഈ മനുഷ്യന് മെന്റലി എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെ ഒരു തോന്നുന്നത്. മെന്റലായ ആൾക്കാരെങ്കിലും ഇത്രയും വലിയ വീട് കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല, നീ മുന്നില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്തല്ലോ, നൈസായിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞു പോയാലോ? അതാ നല്ലത്. നടക്കാം അങ്ങളെ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങുവാ. ഇങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട്. ഇനി മുതൽ ഇതല്ലേ നിങ്ങളുടെ വീട്? അതിന് ഞങ്ങളിവിടെ താമസം തുടങ്ങിയില്ലല്ലോ. നിങ്ങളിവിടെ താമസിക്കാനല്ലേ വന്നത്? ഈ പുള്ളിക്കറി എന്തൊക്കെയാ പറയുന്നത്? നമുക്ക് പോവാം. അതാ നല്ലത്. നിക്ക്, പുള്ളി കാര്യം പറഞ്ഞ മനസ്സിലാവാത്തോണ്ടോ. വയസ്സായ ആളല്ലേ, ക്ഷമിക്ക്. അതായത് അങ്കിളെ, ഞങ്ങൾ ഈ വീട് കാണാൻ വേണ്ടി വന്നു, ഞങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇനി ഞങ്ങൾ പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളിവിടെ താമസിക്കുന്നില്ലേ? ഇല്ല, അതെന്താ? ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താ? ഇത്രയും വലിയ വീടല്ലേ ഇത്? അതെ, കൂടുതൽ ചോദ്യമൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട. ഞങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകണം. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ ചോദിക്കാൻ പാടില്ല. ഷേടാ, ഇത് എന്തൊരു കഷ്ടമാണേ. ഞങ്ങളെ, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ താമസിക്കാൻ ഒരു വീടാ നോക്കുന്നത്, അല്ലാതെ ഇതുപോലെ ഒരു ജയിലല്ല കേട്ടോ. ഞങ്ങൾ പോന്നു. ഓടി നടത്തി അങ്ങോട്ട് പോ. വാ. എന്തോന്നാണ് തേരപ്പറ നടക്കുന്നത്? എന്റെ കൊച്ചെവിടെന്ന് പറ. എന്റെ കൊച്ചിനെ കാണാനായിട്ട് ഒരു അക്ഷരം നിങ്ങൾ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ആവശ്യമായിട്ട് തോന്നിയില്ലെന്ന്? എന്തോ സംസാരം നിങ്ങൾ സംസാരിക്കുന്നത് ചുമ്മാ ഭയങ്കര മോശമാണ് കേട്ടാ. എന്തോന്ന് മോശം? ശരിക്കും എന്റെ ചാരുമോളെ കാണാതെ എനിക്കറിയാം കണ്ടുപിടിക്കാൻ. എങ്ങനെ കണ്ടുപിടിക്കാൻ? ഞാനിവിടെ സഹായിക്കൂലേ? എന്റെ കൊച്ചല്ലേ ഇത്? നിന്റെ കൊച്ചാ? നിന്റെ കൊച്ചാണെന്നേ നീ മാത്രം തീരുമാനിച്ചാൽ ഞാൻ തീരുമാനിക്കില്ല, എന്റെ ചാരുമോളും തീരുമാനിക്കില്ല. എന്റെ അമ്മാവൻ വഴക്ക് നിർത്ത്. പോയ കാര്യം എന്തായി? എല്ലാവരും അന്വേഷിച്ചു മോളെ, പക്ഷെ ആരും കണ്ടില്ലെന്നാണ് പറയണത്. ഉദ്ദേശം എത്ര മണിക്കാണ് അവര് ഇവിടെ വന്നെന്നാണ് പറഞ്ഞത്? ഇന്നലെ ഞാൻ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അവരിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുക. 9 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് സ്കൂട്ടറിന്. എത്ര മണിക്ക് തിരിച്ചു വീട്ടിൽ നിന്ന്? ഇവ ഇത് എന്തോന്നൊക്കെ മോളെ ഈ പറയുന്നത്? ഇവ എവിടെ പോണത്? അമ്മാവൻ സമാധാനപ്പെട്ടവൻ എന്തേലും വഴി കണ്ടിട്ടുണ്ടാവും. പത്തേ 25 അവരിങ്ങോട്ട് വന്നിട്ടുണ്ട്. വന്ന് അവര് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത്, പക്ഷെ പിന്നീട് അവരിങ്ങോട്ട് തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഒന്നെങ്കിൽ വരാത്തത് കൊണ്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്തോ അവർക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ല, നിനക്കിതെങ്ങനെ അറിയാം? അണ്ണാ CCTV ഇരിക്കുന്നുണ്ടാ, കണ്ടാ? ഔട്ട് അകത്തുണ്ട്. കറക്റ്റ് ടൈം ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവൂലേ? അപ്പം ബ്രില്യന്റ് പവി. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വരാത്തത് കൊണ്ട് എന്തോ വിഷയമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വഴി അങ്ങോട്ടല്ലേ പോയിരിക്കുന്നത്, നമുക്ക് പോയി അന്വേഷിച്ച് നോക്കാം. ഓ